നമുക്ക് അടുത്തൊരു പ്രോഗ്രാം നോക്കാം. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകും. ഈ പ്രോഗ്രാമിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, ഐ എന്ന വേരിയബിൾ ക്രിയേറ്റ് ആക്കി ഐ എന്ന വേരിയബിളിലേക്ക് ക്യാരക്ടർ 1 സ്റ്റോർ ചെയ്തു. ഈ സിംഗിൾ കോമയിൽ കൊടുക്കുന്നത് സ്റ്റോർ ചെയ്യുന്നത് ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. അതായത് ഐ ഇസ് ഈക്വൽ ടു എ, ഐ ഇസ് ഈക്വൽ ടു ബി, ഇങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ സിംഗിൾ കോട്ടിലാണ് കൊടുക്കുക. ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ സിംഗിൾ കോട്ടിലാണ് കൊടുക്കുക. അപ്പൊ ഐ ഈക്വൽ ടു നമ്മൾ 1 സ്റ്റോർ ചെയ്തു. അപ്പൊ ശരിക്കും അവിടെ സ്റ്റോർ ചെയ്യുന്നത് ആസ്കി വാല്യൂസ് ആണ്. ആസ്കി വാല്യൂസിലാണ് നമ്മൾ ക്യാരക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് എ എന്ന ക്യാരക്ടറിന്റെ ആസ്കി വാല്യൂ പറഞ്ഞാൽ 65 ആണ്. സീറോയുടെ ആസ്കി വാല്യൂ പറഞ്ഞാൽ 48 ആണ്. നമ്മളിപ്പോൾ ഇവിടെ സ്റ്റോർ ചെയ്തുള്ളത് ഏതിന്റെയാണ്? 1ന്റെ ആസ്കി വാല്യൂ ആണ്. 1ന്റെ ആസ്കി വാല്യൂ പറഞ്ഞാൽ 49 ആണ്. ഇനി സ്വിച്ചിന്റെ അകത്തുള്ളത് എന്താ? ഐ മൈനസ് 1. ഐന്റെ വാല്യൂ എത്രയാണ്? ഓൾറെഡി 1 തന്നെയാണ്. അതിന്റെ വാല്യൂ പറഞ്ഞാൽ ക്യാരക്ടർ 1 ആണ്. അതായത് ഐന്റെ വാല്യൂ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞാൽ ക്യാരക്ടർ 1 മൈനസ് ക്യാരക്ടർ 1. അതിന്റെ പറഞ്ഞാൽ സ്വിച്ച് ഓഫ് 0. ഇതിന്റെ അകത്ത് എന്താ വരിക? സ്വിച്ച് ഓഫ് 0 എന്നായിരിക്കും വരിക. സ്വിച്ച് ഓഫ് 0 പറഞ്ഞാൽ കേസ് ലേബിൾ വല്ലതും 0 ഉണ്ടാവും. ഇത് എത്രയാണ്? കേസ് 1. കേസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? കേസ് 1 എന്ന് പറഞ്ഞാൽ കേസ് ഓഫ് ആസ്കി വാല്യൂ എത്രയാണ്? 1ന്റെ ആസ്കി വാല്യൂ കേസ് ഓഫ് 49 വരും. അടുത്തെന്താ വരിക? കേസ് ഓഫ് 1 എന്നാണ് വരിക. ഇത് രണ്ടും കേസ് ഓഫ് 0 അല്ല. കേസ് ഓഫ് 0 ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിന്റ് ചെയ്യുക. ഇത് രണ്ടിനും ആ സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ലാസ്റ്റത്തെ ഡീഫോൾട്ട് ആയിട്ടുള്ള എന്താ വരിക? പ്രോഗ്രാം ടെർമിനേറ്റഡ്. ഇതായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വരിക. ഇതിന് പകരം ഇവിടെ കേസ് ഓഫ് 0 പറഞ്ഞിട്ടൊരു പ്രിന്റ് എഫ് ഉണ്ട് വിചാരിക്കുക. അപ്പൊ അതായിരിക്കും പ്രിന്റ് ആവുക. അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്യും. ജസ്റ്റ് റൺ ചെയ്യണമെങ്കിൽ CC ഫയൽ നെയിം അടിക്കുക, ജസ്റ്റ് റൺ ചെയ്യുക. അപ്പോൾ .a ഫയൽ കിട്ടും. ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം ടെർമിനേറ്റഡ് കിട്ടും. അതിന് പറയാൻ ജസ്റ്റ് അതേ പ്രോഗ്രാം ജസ്റ്റ് ഞാൻ വീണ്ടും ഓൺ ആക്കുകയാണ്. VI ഫയൽ നെയിം അടിക്കുക. എന്നിട്ട് ഓൺ ആക്കിയതിനു ശേഷം ഞാൻ ഇവിടെ ഇപ്പോൾ ഇതിന്റെ ശരിക്കുള്ളത് കേസ് 0 ആണ് വരുന്നത്. അപ്പോൾ ഇപ്പൊ ഔട്ട്പുട്ട് കിട്ടിയത് പ്രോഗ്രാം ടെർമിനേറ്റഡ് ആണ്. അതിന് പറയാൻ കേസ് 1ന് പകരം ഞാൻ ജസ്റ്റ് 0 ടൈപ്പ് ചെയ്ത് വരിക. പിന്നെ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ വരും? കിട്ടുക വേർഡ് എന്നായിരിക്കും കിട്ടുക. കാരണം ഇതിന്റെ അകത്ത് സ്വിച്ച് ഓഫ് 0 എന്നാണ് വരിക. ഐ ഈക്വൽ ടു 1, 1 മൈനസ് 1 0. ക്യാരക്ടർ 1 മൈനസ് ക്യാരക്ടർ 1 എന്ന് പറഞ്ഞാൽ 49 മൈനസ് 49. കാരണം ഐന്റെ വാല്യൂ ആസ്കി വാല്യൂ പറഞ്ഞാൽ 49 ആണ്. 49 മൈനസ് 49 ആയാലും 1 മൈനസ് ക്യാരക്ടർ 1 ചെയ്താലും 0 കിട്ടും. സ്വിച്ചിന്റെ അകത്ത് എന്താ കിട്ടുക? സ്വിച്ച് ഓഫ് 0. സ്വിച്ച് ഓഫ് 0 പറഞ്ഞാൽ കേസ് ലേബിൾ 0 ആയിട്ടുള്ള മാച്ച് ഉണ്ടോ നോക്കി നോക്കുക. കേസ് ലേബിൾ 0 ആയിട്ട് ഇവിടെ മാച്ച് ഉണ്ട്. ഇതിന്റെ അകത്ത് എന്താ ഈ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ വരിക? വേർഡ് എന്നായിരിക്കും പ്രിന്റ് ആവുക. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്രോഗ്രാം സേവ് ചെയ്യുക, അതിനുശേഷം റൺ ചെയ്യുക. CC MCQ ജസ്റ്റ് റൺ ചെയ്യുക. റൺ ചെയ്തതിനു ശേഷം ഔട്ട്പുട്ട് ഫയൽ കിട്ടും. ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ LS അടിച്ചാൽ മതി. അപ്പോൾ ഒരു a.out ഒരു ഫയൽ ഒന്നുണ്ടായിരിക്കും. അത് ജസ്റ്റ് റൺ ചെയ്യുക. കണ്ട അതിന്റെ ഔട്ട്പുട്ട് ഒന്ന് കിട്ടി, വേർഡ് കിട്ടി. നേരത്തെ ഔട്ട്പുട്ട് ഒന്ന് കിട്ടി, പ്രോഗ്രാം ടെർമിനേറ്റ് നമുക്ക് കിട്ടി. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കി നോക്കാം. ഈ പ്രോബ്ലത്തിൽ നോക്കിയാൽ ഇന്റ് മെയിൻ ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു 2. പിന്നെ സ്വിച്ചിന്റെ അകത്ത് കേസ് ലേബിൾ കേസ് 1, കേസ് 2, കേസ് ഡീഫോൾട്ട്, കേസ് 4. ഈ കേസ് ഡീഫോൾട്ട് കൊണ്ടുള്ള ഈ ലൈനിൽ നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എറർ കിട്ടും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കേസ് ലേബിൾ ഹാസ് ടു ബി ഇന്റിജർ കോൺസ്റ്റന്റ് ഓർ ഈനം. ഇന്റിജർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഈനം എന്നായിരിക്കണം. ഈനം നമുക്ക് പിന്നെ നോക്കാം. അതായത് 2, 3, 4. അതായത് കേസ് ലേബിൾ പറഞ്ഞാൽ കേസ് 1, കേസ് 2 അങ്ങനെ അങ്ങനത്തെ ഒരു ഇന്റിജർ കോൺസ്റ്റന്റ് ആയിരിക്കണം. അതേപോലെ കേസ് 4.0, അതേപോലെ കേസ് 8.0 അങ്ങനത്തെ ഫ്ലോട്ടിംഗ് വാല്യൂസ് അലൗഡ് അല്ല. അതായത് റിയൽ കോൺസ്റ്റൻസ് പോയിന്റ് വെച്ചിട്ടുള്ള വാല്യൂസ് കേസ് ലേബിൾ പറ്റില്ല. അതേപോലെ കേസ് ലേബിൾ ഷുഡ് ബി യൂണിക്. അതായത് ഇപ്പോൾ ഓൾറെഡി സ്വിച്ചിന്റെ ഉള്ളിൽ കേസ് 1 ഉണ്ട് വിചാരിക്കുക. സ്വിച്ച് ഓഫ് 1 കേസ് 1, അടുത്തത് വീണ്ടും കേസ് 1 അങ്ങനെ പറ്റില്ല. അതായത് കേസ് ലേബിൾ ഷുഡ് ബി യൂണിക് ആയിരിക്കണം. ഒന്നിൽ കൂടുതൽ പാടില്ല. മൾട്ടിപ്പിൾ വാല്യൂസ് ആർ നോട്ട് അലൗഡ് ഇൻ കേസ് ലേബിൾ. ഇതൊക്കെയാണ് കേസ് ലേബിളിന്റെ പ്രത്യേകതകൾ. അപ്പൊ നമ്മൾ ഇവിടുത്തെ കേസ് ലേബിളിൽ എന്താണ് പറഞ്ഞുള്ളത്? ഇവിടുത്തെ കേസ് ലേബിളിൽ കേസ് 1ഉം കേസ് 2ഉം കേസ് 4ഉം കുഴപ്പമില്ല. അതിനുശേഷം കേസ് ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ഏറ്റവും അവസാനം ഈ നമ്മൾ കൊടുത്തുള്ള കേസുകൾ ഒന്നും വർക്ക് ആവാണ്ടിരിക്കുമ്പോൾ ഏറ്റവും അവസാനം വേണമെങ്കിൽ ഡീഫോൾട്ട് കൊണ്ട് കൊടുക്കാൻ. ഇവിടെ അങ്ങനെയല്ല നമ്മൾ കൊടുത്തുള്ളത്. കേസ് ഡീഫോൾട്ട് കൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഡീഫോൾട്ട് എന്ന് പറയുന്നത് C പ്രോഗ്രാമത്തെ കീവേഡ് ആണ്. സ്വിച്ചിൽ യൂസ് ചെയ്യുന്ന ഒരു കീവേഡ് ആണ് ഡീഫോൾട്ട്. അപ്പൊ അതിങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് എറർ ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്യാണ്. ജസ്റ്റ് സേവ് ചെയ്തു. അതിനുശേഷം CC MCQ ജസ്റ്റ് അടിച്ചു. കണ്ട അപ്പൊ നമുക്ക് എറർ കിട്ടും. കണ്ട കേസ് ഡീഫോൾട്ട് എറർ കിട്ടും. എക്സ്പെക്ടഡ് എക്സ്പ്രഷൻ ബിഫോർ ഡീഫോൾട്ട് ഇവിടുത്തെ ലൈനിൽ എറർ എന്ന് കാണിക്കുന്നത്. അപ്പൊ ഡീഫോൾട്ട് ഞാൻ ജസ്റ്റ് മാറ്റിയിട്ട് പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്യാണ്.
പ്രോഗ്രാം ജസ്റ്റ് ഓൺ ആക്കി. അതിനുശേഷം കേസ് ഡീഫോൾട്ടിന് പകരം ഞാൻ ഈ ഒരു ഡീഫോൾട്ട് ജസ്റ്റ് മാറ്റി. അവിടെ ഞാൻ കേസ് 3 എന്ന് കൊടുത്തിരിക്കും. ഇനി നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യായിരിക്കും. ഇൻഡ് എക്സ് ഈക്വൽ ടു 2, എക്സിന്റെ വാല്യൂ 2 ആണ്. അപ്പൊ 2ന്റെ അവിടെ നിന്നിട്ടാണ് പ്രിന്റ് എഫ് പ്രിന്റ് ചെയ്യും. പ്രിന്റ് എഫും പ്രിന്റ് ചെയ്യും, ബി പ്രിന്റ് ചെയ്യും. ഇവിടെ ബി എന്ന് പ്രിന്റ് ചെയ്യും, പിന്നെ സിയും പ്രിന്റ് ചെയ്യും, പിന്നെ ഡിയും പ്രിന്റ് ചെയ്യും. കാരണം ഓരോ കേസിന്റെ അകത്ത് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. സ്വിച്ചിന്റെ അകത്ത് നമ്മൾ ഓരോ കേസ് ലെവലിലും ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ തൊട്ടടുത്തുള്ള കേസിലേക്കും പോകും. അപ്പൊ ഇവിടെ എക്സ് ഈക്വൽ ടു 2 പോകും. അപ്പൊ നേരെ ഏത് കേസ് ലെവലാണ് മാച്ച് ആയിട്ടുള്ളത് അങ്ങോട്ട് പോകും, അതായത് കേസ് 2. അപ്പൊ അവിടെ പ്രിന്റ് ചെയ്യുന്നത് ബി ആണ്. പിന്നെ നമ്മൾ ബ്രേക്ക് കൊടുക്കാത്തതുകൊണ്ട് സി പ്രിന്റ് ആവും. അടുത്ത കേസ് ലെവലിൽ സി പ്രിന്റ് ആവും, അടുത്ത കേസ് ലെവലിൽ 4 പ്രിന്റ് ആവും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ബി സി ഡി എന്നായിരിക്കും വരിക. സി സി എം സി ക്യു ജസ്റ്റ് ഫയൽ റൺ ചെയ്തു, ബി സി ഡി. നമ്മൾ ഇനി ബ്രേക്ക് കൊടുക്കാന്ന് വിചാരിക്കും. അതായത് ഞാൻ ജസ്റ്റ് അതേ പ്രോഗ്രാമിനെ ഓൺ ആക്കി. അതിനുശേഷം ഇവിടെ ബ്രേക്ക് കൊടുത്തിരിക്കുക. കേസ് 2ന്റെ അവിടെ ഈ കേസ് ലെവലിന്റെ അവിടെ ഞാൻ ബ്രേക്ക് കൊടുത്തിരിക്കുക. BREK ജസ്റ്റ് ബ്രേക്ക് കൊടുത്തിരിക്കുക. ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? അതിന്റെ ഔട്ട്പുട്ട് കേസ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു 2, സ്വിച്ച് ഓഫ് 2. സ്വിച്ചിന്റെ അകത്ത് എക്സിന്റെ വാല്യൂ 2 ആണ്. സ്വിച്ച് ഓഫ് 2 ചെക്ക് ചെയ്യും. കേസ് ലെവൽ ഏതാണ് 2 ആയിട്ട് മാച്ച് ഉള്ളത്? കേസ് 2 മാച്ച് ആണ്. അപ്പൊ ബി പ്രിന്റ് ആണ്. പിന്നെ അവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ പിന്നെ നേരെ കേസ് 3ക്കും കേസ് 4ക്കും പോകില്ല. കംപ്ലീറ്റ് സ്വിച്ചിന്റെ അടി ബോട്ടത്തിലേക്ക് പോകും. പിന്നെ അതിന്റെ അടിയിൽ വല്ല സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാണ്ടില്ല. ഇതിന്റെ ഔട്ട്പുട്ട് ബി എന്ന് മാത്രമായിരിക്കും വരും. ജസ്റ്റ് ആ പ്രോഗ്രാം ഞാൻ ജസ്റ്റ് റൺ ചെയ്യണം. ഫയൽ പ്രോഗ്രാം റൺ ചെയ്തു. അതിന്റെ ഔട്ട്പുട്ട് ജസ്റ്റ് കമ്പയർ ചെയ്തതിനു ശേഷം റൺ ചെയ്തപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടി? ബി ആണ് ഔട്ട്പുട്ട് കിട്ടിയത്. ഇതാണ് അതിന്റെ ഉത്തരം. ഇനി ഞാൻ വീണ്ടും അതേ പ്രോഗ്രാം തന്നെ ഓൺ ആക്കി. ഡീഫോൾട്ട് വേറെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഇവിടെ എക്സ് എത്ര 2 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേസ് 1, 2, 3, 4 കേസ് 2ന്റെ അവിടെ മാച്ച് ഉണ്ട്. കേസിന്റെ 2ന്റെ അവിടെ ഞാൻ 5 ആണ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഡിഫറെന്റ് കേസ് ലെവൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ 4 പ്രിന്റ് ആവില്ല. കാരണം 4 പ്രിന്റ് ആവാണ്ടിരിക്കുക എന്താ കാരണം? എക്സ് ഒന്നിനോട് മാച്ച് ഇല്ല. അപ്പൊ നമ്മളൊരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം കൊടുക്കണം. ഡീഫോൾട്ട് ലേബൽസ് DFAULT. ഇനി ഞാൻ അതിന്റെ അടിയിൽ പ്രിന്റ് എഫ് കൊടുക്കണം. പ്രിന്റ് എഫ് 5. ഇതാണ് ഞാൻ ഇപ്പൊ കൊടുത്തുള്ളത്. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 2 ആണ്. ഇൻഡ് എക്സ് ഈക്വൽ ടു 2. സ്വിച്ചിന്റെ അകത്ത് 2 ആണ് ചെക്ക് ചെയ്യുന്നത്. കേസ് ലെവൽ 2 ആയിട്ട് വല്ല മാച്ച് ഉണ്ടാവും. കേസ് 1, കേസ് 5, കേസ് 3, കേസ് 4 കേസ് ലെവൽ 10 ആയിട്ട് മാച്ച് ഉണ്ട്. അപ്പൊ ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ഓപ്ഷൻ കൊടുക്കാം. ഡീഫോൾട്ടിൽ നമുക്ക് ലാസ്റ്റ് തന്നെ കൊടുക്കണമെന്നില്ല. ഡീഫോൾട്ട് വേണമെങ്കിൽ ഏറ്റവും ടോപ്പ് ആദ്യത്തെ ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ഡീഫോൾട്ട് എന്ന് മാത്രമേ കൊടുക്കാവൂ. ഡീഫോൾട്ടിന്റെ മുന്നിൽ നമ്മൾ കേസ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം ഈ പ്രോഗ്രാമിൽ എറർ കിട്ടിയ പോലെ എറർ കിട്ടും. കാരണം കേസ് ലെവൽ എപ്പോഴും ഇന്റിജർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇന്റഗ്രൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഈനെന്നായിരിക്കണം. ഇവിടെ എന്താ ഔട്ട്പുട്ട് കിട്ടുക? ഇവിടെ 2 തവണ ഹായ് ആയിരിക്കും പ്രിന്റ് ആവും. ജസ്റ്റ് ആ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്യാണ്. CC MCQ ഡോട്ട് ഫയൽ റൺ ചെയ്ത് ഡീഫോൾട്ടിന്റെ അവിടെ ഞാൻ സെമിക്കോൺ ഇട്ടില്ല. സെമിക്കോൺ ജസ്റ്റ് ആ പ്രോഗ്രാം വീണ്ടും എടുക്കുക. സെമിക്കോൺ അല്ല, ഈ 2 കുത്ത് ജസ്റ്റ് സെമിക്കോൺ കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ആ പ്രോഗ്രാം വീണ്ടും റൺ ചെയ്യുക. CC MCQ ജസ്റ്റ് ആ പ്രോഗ്രാം റൺ ചെയ്യുക. അതിനുശേഷം ഡോട്ട് ഔട്ട് റൺ ചെയ്താൽ ഇപ്പൊ എന്താ ഔട്ട്പുട്ട് കിട്ടുക? ആയി തന്നെ ഔട്ട്പുട്ട് കിട്ടുക. ഡീഫോൾട്ടിൽ നമ്മൾ എന്താണോ പ്രിന്റ് ചെയ്തത് അതാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക.